നമ്മൾ ഈ വീഡിയോയില് ലാസോ മോഷന്റെ അവസാനത്തെ പാർട്ടാണ്. അതും എസ്എ ക്വസ്റ്റ്യൻ ആണ്. ബാങ്കിങ് ഓഫ് ഫ്രോഡ് എന്താണെന്ന് തൊട്ട് മുമ്പുള്ള പാർട്ട് 4 പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ അത് കയറി കാണുക, എന്നിട്ട് വേണം ഈ വീഡിയോയിലേക്ക് വരാൻ വേണ്ടി. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ബാങ്കിങ് റോഡിലെ മാക്സിമം വെലോസിറ്റി കാണണം. വലിയ ഡെറിവേഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. വലിയ ഡെറിവേഷൻ 2 വലിയ ഡെറിവേഷൻ ആകപ്പാടെ പഠിക്കാവുള്ളൂ നിങ്ങൾക്ക് ഈ വർഷം. അത് ഒന്നാണിതെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ 5 മാർക്ക് ചോദിക്കും, 4 മാർക്ക് 5 മാർക്ക് ആ റേഞ്ചാണ് ചോദിക്കുന്നത്. പഠിക്കുക എളുപ്പമാണ്. സ്റ്റെപ്സ് കൂടുതലെന്നുള്ളൂ. ഏത് രീതി പഠിച്ചാൽ മതി, പക്ഷെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കി, നമ്മൾ പറഞ്ഞു ബാങ്ക് ഫ്രോഡ് എന്താണ്? സാധാരണ ലെവൽ റോഡാ. ഇവിടെ എന്താ പ്രത്യേകത? ഒരു എഡ്ജ് അല്പം എന്ത് ചെയ്യും, ഉയർന്നിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞ ബാങ്കിങ് ഓഫ് ഫ്രോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ലെവൽ റോഡ് എന്ന് പറഞ്ഞത്. അതിനേക്കാൾ അല്പം ഉയർന്നാണ് നമ്മൾ റോഡ് ഇരിക്കുന്നത്. ബാങ്ക് ഓഫ് ഫ്രോഡ്, ബാങ്ക് റോഡ് എന്ന് പറയും. നമുക്ക് ഈ റോഡിലെ മാക്സിമം വെലോസിറ്റി കാണണം. അപ്പൊ ആദ്യം എന്തൊക്കെ നോക്കി നിങ്ങള്? ആദ്യം ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. വെഹിക്കിൾ, കാർ എന്ന് പറയാം. കാർ പ്ലേസ് ചെയ്യുന്നു. കാറിന്റെ വെയിറ്റ് നേരെ താഴോട്ട് ആക്ട് ചെയ്യും. നമ്മൾ തൊട്ടുമ്പോൾ വീഡിയോസിലെ പറയുന്നത് വെയിറ്റ് എപ്പോഴും താഴോട്ട് ആക്ട് ചെയ്യുന്നത്. വെയിറ്റ് mg. ഇനി ആ ബോഡിക്ക് നോർമൽ ആയിട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെന്ത് പറയും? നോർമൽ റിയാക്ഷൻ എന്ന് പറയും. നമ്മൾ n എന്നാ കൊടുത്തത്, n. അപ്പൊ ഇവിടെ നോക്കിയേ, എന്താ പ്രത്യേകത? നോർമൽ റിയാക്ഷൻ ചരിഞ്ഞായിരിക്കുന്നത്. നമ്മൾ വെയിറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരാൾ ചരിഞ്ഞിരുന്നാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആംഗിൾ തീറ്റ എങ്കിൽ, ഇത് ആംഗിൾ തീറ്റ എന്നെടുത്താൽ തീറ്റയ്ക്ക് അടുത്തുള്ളത് കോസ് തീറ്റ. തൊട്ടുമുള്ള വീഡിയോ നോക്കണേ. തീറ്റയ്ക്ക് അടുത്തുള്ളത് കോസ് തീറ്റ. അപ്പൊ എന്താണ്? n കോസ് തീറ്റ. അതായത് വെർട്ടിക്കൽ കമ്പോണന്റ്. തീറ്റയ്ക്ക് അടുത്തുള്ളത് കാണാൻ പഠിക്കല്. തീറ്റയ്ക്ക് അടുത്തുള്ളത് കോസ് തീറ്റ എന്ന് പഠിക്കുക. അത് എപ്പോഴും ഹൊറിസോണ്ടൽ ആവണമെന്നില്ല. ചിലപ്പോൾ ഹൊറിസോണ്ടൽ ആയിരിക്കാം. പ്രൊജക്ടൈൽ മോഷൻ ഹൊറിസോണ്ടൽ ആയിരുന്നു. ഈ മോഷൻ എന്താണ്? വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്, ആണല്ലോ. അപ്പൊ ഓർത്തിരിക്കുക. അപ്പൊ തീറ്റയ്ക്ക് അടുത്തുള്ളത് കോസ് തീറ്റ, n കോസ് തീറ്റ. അപ്പൊ മറ്റെന്തായിരിക്കും? n സൈൻ തീറ്റ, n സൈൻ തീറ്റ. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പൊ n രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. ഇനി n ഇല്ല, n രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. അടുത്തെന്താണത്? നേരെ സർഫസിലൂടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. നമ്മൾ എങ്ങനെയാ പഠിച്ചത്? കാറിന്റെ ടയറിനും റോഡിനും ഇടയ്ക്കുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ്. ഞാൻ ചരിച്ചാ വരയ്ക്കുന്നത്. നമ്മൾ ആ സർഫസിലൂടെയാണ്. ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ ഫോഴ്സ് അങ്ങോട്ടായിരിക്കും, ചരിഞ്ഞായിരിക്കും. അത് നമുക്ക് എന്ത് പറയാം? Fs എന്ന് പറയാം. Fs. തീറ്റ ആംഗിൾ ചരിഞ്ഞിരിക്കുന്നു. തീറ്റ ആംഗിൾ എന്തായിരിക്കുന്നത്? ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ അതൊരു ഫോഴ്സ് ആണ്, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. തീറ്റയ്ക്ക് അടുത്തുള്ളത് കോസ് തീറ്റയും മറ്റത് സൈൻ തീറ്റയും. ഇതല്ലേ തീറ്റ? തീറ്റയ്ക്ക് അടുത്തുള്ളത് കോസ് തീറ്റ. അപ്പൊ എന്താ അവിടെ? Fs കോസ് തീറ്റ. മറ്റെന്തായിരിക്കും? Fs സൈൻ തീറ്റ. ഇത് Fs സൈൻ തീറ്റ. മുകളിൽ വരയ്ക്കല്. കാരണം എന്തുകൊണ്ട് ഞാൻ മുകളിൽ എഴുതാത്തത്? ഈ ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്. വെർട്ടിക്കൽ കമ്പൗണ്ട് എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. ഈ നോർമൽ ഫോഴ്സ് മുകളിലോട്ടായതുകൊണ്ടാണ് വെർട്ടിക്കൽ കമ്പൗണ്ട് അങ്ങോട്ടായത്, മുകളിലോട്ടായത്. അപ്പൊ നമ്മൾ ഫിഗർ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒന്നുകൂടെ ഉണ്ട്. എന്താ ബാക്കിയുള്ളത്? ഇതിന് കറങ്ങാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ്. അത് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? അത് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ. സെൻട്രിപെറ്റൽ ഫോഴ്സ് സെന്ററിലോട്ടാണ്. അതെന്താണ്? mv²/r. നമ്മൾ പഠിച്ചു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർമുല mv²/r. ഇത്രയും നിങ്ങൾ ആദ്യം അടയാളപ്പെടുത്താൻ പഠിച്ചാൽ നിങ്ങൾ ജോലി കഴിഞ്ഞു. പകുതി ജോലി കഴിഞ്ഞു. ബാക്കി ഈ ഫിഗർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കിക്കോ, നമ്മൾ പറഞ്ഞത് mg താഴോട്ട്, n ചരിഞ്ഞിരുന്നോണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. n കോസ് തീറ്റ, n സൈൻ തീറ്റ. Fs ചരിഞ്ഞിരിക്കുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. Fs കോസ് തീറ്റ, Fs സൈൻ തീറ്റ. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ട്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി ആദ്യം നോക്കുന്നത് നമ്മള് വെർട്ടിക്കൽ ആക്സ് എടുക്കുന്നു. വെർട്ടിക്കൽ ആക്സ് എടുക്കുന്നു. അപ്പൊ എടുക്കുമ്പോ എന്താ? താഴെ എന്തൊക്കെയാണുള്ളത്? mg Fs സൈൻ തീറ്റ. അപ്പൊ താഴെയുള്ളത് നോക്കി, mgയും Fs സൈൻ തീറ്റയും ഒരേ ഡയറക്ഷനില്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് താഴോട്ട് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? ഇതെങ്ങനെ എഴുതും? mg പ്ലസ് അതിന്റെ കൂടെ എന്തുണ്ട്? Fs സൈൻ തീറ്റ. നമ്മൾ എന്തുകൊണ്ടാ പ്ലസ് ചെയ്തത്? രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്. അത് നേരെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത്? n കോസ് തീറ്റ. ഇവിടെ എന്താണ്? n കോസ് തീറ്റ. അതിന്റെ മീനിങ് എന്താ? താഴെ ഉള്ളതും മുകളിലത്തെ കമ്പൗണ്ടും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആണെന്ന് കണ്ടാ അറിയാം. എന്തുകൊണ്ടാണ്? ഡയറക്ഷനാണ്. ഡയറക്ഷൻ നോക്കിയാൽ ഒന്ന് മുകളിലോട്ട്, ഒന്ന് താഴോട്ട്, ഓപ്പോസിറ്റ് ആണ്. എന്തുകൊണ്ട് ഞാൻ ഈക്വൽ എന്ന് പറയുന്നു? കാരണം വെർട്ടിക്കൽ ആക്സില് മൊത്തം 3 ഫോഴ്സാണ് ഉള്ളത്. ഒന്ന് n കോസ് തീറ്റ, പിന്നെ താഴോട്ട് 2 ഫോഴ്സ് mg Fs സൈൻ തീറ്റയും. ഇത് രണ്ട് ഈക്വൽ അല്ല എങ്കിൽ, ഇപ്പം n കോസ് തീറ്റ ആണ് വലുതെങ്കിൽ ഈ വണ്ടി എങ്ങോട്ട് പോകണം? മുകളിലോട്ട് പോകണം.
അല്ല താഴത്തെ ഫോഴ്സ് ആണ് വലുതെങ്കിൽ ഈ വണ്ടി എങ്ങോട്ട് വേണം? താഴോട്ട് വേണം. ഇത് രണ്ടും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആക്സിൽ മൂവ്മെന്റ് ഇല്ല. അതിന്റെ മീനിങ് എന്താ? നെറ്റ് ഫോഴ്സ് 0 എന്നാണ്. മുകളിലത്തെ ഫോഴ്സും താഴത്തെ ഫോഴ്സും ഈക്വൽ ആണെന്നാണ്. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ എന്താ ഇവിടെ എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ ഈക്വൽ ടു എൻ കോസ് തീറ്റ ഉണ്ടായി. അടുത്ത ആ എം ജി അതുപോലെ എടുത്ത് എഴുതാണ്. എം ജി അതുപോലെ എഴുതി പ്ലസ് എന്താ എഫ് എസ് എന്ന് പറഞ്ഞാൽ പഠിച്ചു മ്യൂ എസ് എൻ എന്ന് പഠിച്ചു. അപ്പൊ എന്തെടുത്തു? മ്യൂ എസ് എൻ. ഇവിടെ എന്താ ഉള്ളത്? സൈൻ തീറ്റ ഈക്വൽ ടു എൻ കോസ് തീറ്റ ആണ്. ഈ മ്യൂ എസ് എൻ സൈൻ തീറ്റ അപ്പുറത്തുണ്ട് മൈനസ് ആവും. അപ്പൊ എന്ത് കിട്ടും? എം ജി ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് ഈ മ്യൂ എസ് എൻ സൈൻ തീറ്റ അപ്പുറത്തുണ്ട്. ഈ ടൈം അപ്പുറത്തും എന്താവും? മൈനസ് മ്യൂ എസ് എൻ എന്താണ്? സൈൻ തീറ്റ. അടുത്തിവിടെ എം ജി ഈക്വൽ ടു ഒറ്റ സ്റ്റെപ്പിൽ നിന്നാ ബാക്കിയെല്ലാം വരുന്നത്. അടുത്തെന്താ? രണ്ടും എന്ന് കോമൺ അല്ലേ? അങ്ങ് എന്നങ്ങ് പുറത്തെടുക്ക്. അങ്ങ് പുറത്തെടുത്തു. ഇവിടെ നിന്ന് എന്ന് പോയാൽ ബാക്കി ആരുണ്ട്? കോസ് തീറ്റ മൈനസ് ഇവിടെ നിന്ന് എന്നങ്ങ് പുറത്തെടുക്കുന്നു. ബാക്കി ആരാളുള്ളത്? മ്യൂ എസ് സൈൻ തീറ്റ. മ്യൂ എസ് സൈൻ തീറ്റ. ഇവിടെ എനിക്ക് എന്ന് കാണണം. എന്റെ കൂടെയുള്ള ടൈം അപ്പുറത്ത് കൊണ്ടുപോവുക. ഇവിടെ എൻ ഇൻറ്റു എന്നുള്ളത് അപ്പുറത്ത് എന്താവും? ഡിവൈഡഡ് ബൈ ആവും. അപ്പൊ എന്ത് കിട്ടും? എൻ ഈക്വൽ ടു ഇവിടെ ആരാളുള്ളത്? എം ജി ഡിവൈഡഡ് ബൈ ആവും. കാരണം എന്നാണ് കാണേണ്ടത്. എൻ അവിടെ ഇട്ട് മറ്റെന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് വരും? എം ജി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ. അപ്പൊ എൻ ഈക്വൽ ടു എം ജി ഡിവൈഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ. ഇതാണ് ഇക്വേഷൻ 1. ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുക. ആ എഫ് എസ് സാധനം കൊടുക്കുക, മ്യൂ എസ് എൻ കൊടുക്കുക. ആ രണ്ടിടത്ത് എൻ ഉണ്ട് കേട്ടോ. മ്യൂ എസ് എൻ അപ്പുറത്തോണ്ട് മൈനസ് ആവും. എന്ന് കോമൺ എടുക്കുക. അവിടുന്ന് എന്ന് കാണുക. എങ്ങനെ എന്ന് കാണുന്നു? എന്റെ കൂടെ ടൈം ഇപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിങ്ങനെ പഠിച്ചു എളുപ്പമായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് കഴിഞ്ഞു. ഇനി എന്തെടുക്കണം? ഹൊറിസോണ്ടൽ ആക്സിസ് എടുക്കുക. ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസ് എടുക്കുക. എക്സ് ആക്സിസ് ആരൊക്കെയാ ഉള്ളത്? ഇവിടെ എന്തുണ്ട്? എം വി സ്ക്വയർ ബൈ ആർ. ഇവിടെ എന്താ ഉള്ളത്? എം വി സ്ക്വയർ ബൈ ആർ. ഒരു സൈഡ് എം വി സ്ക്വയർ ബൈ ആർ. ഞാൻ ഇവിടെ എഴുതാം എം വി സ്ക്വയർ ബൈ ആർ. ഇനി ഞാൻ കാണാൻ പോകുന്നത് മാക്സിമം വെലോസിറ്റി ആയതുകൊണ്ട് ഇതിനെന്ത് കൊടുത്തു? മാക്സ് എന്ന് കൊടുത്തു. ഇതിനെന്ത് കൊടുത്തു? മാക്സ്. അപ്പൊ വേണം ഇതിനവിടെ എഴുതാം. നമുക്ക് മാക്സ് എന്ന് കൊടുക്കാം. നമുക്ക് മാക്സിമം വെലോസിറ്റി വേണ്ടത് ആണല്ലോ. ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിലുള്ള ആകപ്പാടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞ എം വി സ്ക്വയർ ബൈ ആർ. അതിന് ഓപ്പോസിറ്റ് എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? 2 പേരുണ്ട്. എൻ സൈൻ തീറ്റ ഉണ്ട്, എഫ് എസ് കോസ് തീറ്റ ഉണ്ട്. രണ്ടും ഒരേ ഡയറക്ഷനിലേ. അപ്പൊ ആഡ് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാ? എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ. രണ്ടും ഈക്വലും ഓപ്പോസിറ്റ് ആണ്. നമ്മൾ മാക്സ് വെലോസിറ്റി കാണുന്നത് ഈ രണ്ടും എന്താണ്? ഈക്വലും ഓപ്പോസിറ്റും ആണ്. കാണുമ്പോൾ അറിയാം ഓപ്പോസിറ്റ് ആണെന്ന്. രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരൊക്കെയാണ്? ഫ്രിക്ഷണൽ ഫോഴ്സും കൊടുക്കുന്നുണ്ട്, നോർമൽ റിയാക്ഷൻ ഒരു കമ്പൗണ്ടിനും കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ലെവൽ ലോഡ് പ്രത്യേകം എന്താ? ലെവൽ ലോഡില് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരുന്നു. അതാണ് നമ്മുടെ പ്രശ്നമായിരുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് കൂട്ടിയാലേ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൂട്ടാൻ പറ്റും. അതായത് മാക്സിമം വെലോസിറ്റി കൂട്ടാൻ പറ്റും. അത് നമുക്ക് സാധിക്കില്ല. ഫ്രിക്ഷൻ കൂട്ടിയ പ്രശ്നം എന്താണ്? വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നു. ഫ്രിക്ഷൻ കൂട്ടിയില്ലെങ്കിൽ പ്രശ്നം എന്താണ്? ഈ വെലോസിറ്റി വളരെ ചെറുതായതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും? ആക്സിഡന്റ് സംഭവിക്കും. തൊട്ടുമ്പോൾ വീട്ടിൽ പറഞ്ഞതാ. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ആ മാക്സിമം വെലോസിറ്റി അല്ലെങ്കിൽ ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് 2 പേര് കൊടുക്കുന്നുണ്ട്. ഫ്രിക്ഷന് ഒരു കമ്പോണന്റ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? നോർമൽ റിയാക്ഷന്റെ കമ്പോണന്റും ഉണ്ട്. ഇവിടെ എന്ത് ഫ്രിക്ഷൻ മാറ്റണ്ട, ഫ്രിക്ഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ച് ഇവിടെ ഈ കമ്പൗണ്ട് വാല്യൂ കൂട്ടിയാൽ നമുക്ക് എന്ത് കൂടും? വെലോസിറ്റി കൂടും. അപ്പൊ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചോദിക്കും എന്തുകൊണ്ട് ബാങ്കിലൂടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് 2 പേരാണ്, 2 കമ്പോണന്റ്സ് ആണ്. ഫ്രിക്ഷന്റെ കമ്പോണന്റും ഉണ്ട്, നോർമൽ റിയാക്ഷന്റെ കമ്പോണന്റും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ താരതമ്യ വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അവിടുന്ന് നേരത്തെ ചെയ്ത പോലെ എഫ് എസിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? അതിന്റെ വാല്യൂ എടുത്തു. മ്യൂ എസ് എൻ കൊടുക്കും. എന്ത് കൊടുക്കുന്നു? മ്യൂ എസ് എൻ. അടുത്ത ഇവിടെ എഴുതാമേ, ബാക്കി ഇവിടെ എഴുതാം. അപ്പൊ അവിടെ എന്തുണ്ട്? എം വി മാക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഈക്വൽ ടു എൻ സൈൻ തീറ്റ. അതുപോലെ എഴുതിയ എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ അല്ലേ? എഫ് എസിന്റെ എന്ത് കൊടുക്കാം? മ്യൂ എസ് എൻ കൊടുക്കാം. അപ്പൊ എന്താണ്? മ്യൂ എസ് എൻ കോസ് തീറ്റ. ഇവിടെ എന്ത് വരും? എം വി മാക്സ് സ്ക്വയർ
ഡിവൈഡ് ബൈ ആർ ഈക്വൽ ടു രണ്ടിൽ n കോമൺ അല്ലേ, അങ്ങ് n പുറത്തെടുത്തു. എന്താ ഇവിടെ നിന്ന് n പോകുമ്പോൾ ബാക്കി എന്തുണ്ട്, സൈൻ തീറ്റ പ്ലസ് ഈ n കൂടെ അങ്ങ് പുറത്തെടുക്ക, ബാക്കി എന്താ മ്യൂ എസ് കോസ് തീറ്റ. അടുത്ത സ്റ്റെപ്പില് വേണമെങ്കിൽ ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 2 അടുത്ത സ്റ്റെപ്പില് ഇക്വേഷൻ 1 അതായത് എന്നിന്റെ സ്ഥാനത്ത് എന്റെ വാല്യൂ എടുത്ത് കൊടുക്കുക. ഈ ഇക്വേഷൻ 1 എടുത്ത് എവിടെ കൊടുക്കുക, ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കൊടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതിലേയും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് 1 into അതായത് എന്നിന്റെ വാല്യൂ എന്റെ സ്ഥാനത്ത് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടും ഇവിടെ, എം വി മാക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഈക്വൽ ടു n അല്ലേ, എന്റെ വാല്യൂ ഈ വാല്യൂ അതുപോലെ എടുത്ത് കൊടുക്കുകയാണ്. എന്താണ്, എം ജി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ. അപ്പൊ എന്റെ സ്ഥാനത്ത് ആ വില അതുപോലെ എടുത്ത് കൊടുത്തു. ബാക്കി ബ്രാക്കറ്റിൽ എന്തുണ്ട്, അതുകൊണ്ട് എഴുതിക്കോണം. ബ്രാക്കറ്റിൽ എന്തുണ്ട്, സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ. ഇത്രേ ഉള്ളൂ. ആ സ്റ്റെപ്പ് എന്താണ്, ഈ എന്റെ സ്ഥാനത്ത് ഈ എന്റെ വാല്യൂ ഇത് അതുപോലെ എടുത്ത് കൊടുത്തു. ഉണ്ടാ, ആ എന്റെ സ്ഥാനത്ത് അതുപോലെ എടുത്ത് കൊടുത്തു. ബാക്കി ആ ബ്രാക്കറ്റിലുള്ള അതുപോലെ എടുത്ത് എഴുതുകയും ചെയ്തു. ഈ അടുത്ത് രണ്ട് സൈഡ് എം ഇല്ലേ, ആ എം കട്ട് ചെയ്ത് കളഞ്ഞു. ഈ ആറിനെ മുകളിലോട്ട് ക്രോസ് ചെയ്യും. അപ്പൊ എന്താവും, ആർ ജി ആവും. അപ്പൊ നമ്മൾ എന്താ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ, എന്താ സ്റ്റെപ്പ് അവിടെ വരുന്നത്, വി സ്ക്വയർ മാക്സ് അല്ലെങ്കിൽ വി മാക്സ് സ്ക്വയർ ഈക്വൽ ടു ആറ് മുകളിലോട്ട് പോയി ആർ ഇൻറ്റു ജി, ആർ ജി. ബാക്കി എന്താ ബ്രാക്കറ്റില് സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ അടുത്ത് എന്താ ഉള്ളത്, കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോസ് തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. എന്താണ്, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോസ് തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഡിവൈഡിങ് ബൈ എന്താണ്, കോസ് തീറ്റ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. അപ്പൊ എന്ത് കിട്ടും, വി സ്ക്വയർ മാക്സ് അല്ലെങ്കിൽ വി മാക്സ് സ്ക്വയർ വ്യത്യാസമില്ല, ആർ ജി വ്യത്യാസമില്ല. ഞാൻ ഇതിൽ ഓരോ ടൈമിനെയും കോസ് തീറ്റ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും, ഈ സ്റ്റെപ്പ് ഇതിലെയും കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ ഞാൻ ന്യൂമറേറ്ററില് രണ്ടും കോസ് തീറ്റ ഡിവൈഡ് ചെയ്തു. അതുപോലെ ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യണം. കോസ് തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഈ കോസ് തീറ്റ ക്യാൻസൽ, അവിടെ മ്യൂ എസ് മാത്രമേ ഉള്ളൂ. ഇവിടെ കോസ് തീറ്റ ക്യാൻസൽ, ഇവിടെ 1 ഉണ്ട്, അവിടെ 1 ഉണ്ട്. 1 ഇൻറ്റു മ്യൂ എസ് ആണ് മ്യൂ എസ് ആവുന്നത്. എന്താണ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞ ടാൻ തീറ്റ. അപ്പൊ എന്താ കിട്ടുക ആൻസർ, എന്താ കിട്ടുന്നത്, വി സ്ക്വയർ മാക്സ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്, ആർ ജി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്, ടാൻ തീറ്റ പ്ലസ് മ്യൂസ് ഇൻറ്റു 1 എന്താണ്, മ്യൂ എസ് ദ ഹോൾ ഡിവൈഡഡ് ബൈ അടുത്ത് ഇവിടെ എന്തുണ്ട്, കോസ് തീറ്റ കട്ട് ചെയ്ത് 1 ഉണ്ട്. 1 മൈനസ് ഇവിടെ എന്ത് ബാക്കിയുണ്ട്, മ്യൂ എസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്, ടാൻ തീറ്റ. എനിക്ക് വി മാക്സ് അല്ലേ വേണ്ടത്, സ്ക്വയർ പോണേ, സ്ക്വയർ പോകാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്ക്വയർ റൂട്ട് എടുക്കും. അപ്പൊ എന്താ കിട്ടും, വി മാക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി മോളിൽ എന്താ ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ദ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഇതാണ് വി മാക്സ് കാണുന്ന ഫോർമുല. റൂട്ട് ഓഫ് ആർ ജി ബ്രാക്കറ്റില് ടാൻ തീറ്റ പ്ലസ് മ്യൂസ് ദ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂസ് ടാൻ തീറ്റ. ഇതാണ് ഒരു ബാങ്ക് റോഡിലെ മാക്സിമം വെലോസിറ്റി അല്ലെങ്കിൽ മാക്സിമം സ്പീഡ് കാണുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. എഴുതി പഠിച്ചോണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് 4 മാർക്കിൽ 5 മാർക്ക് ചോദിക്കാറുണ്ട്. ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം ഉണ്ട്,
നമ്മളിപ്പോ എന്ത് കൺസിഡർ ചെയ്തു? ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ വരും, ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തില്ല എങ്കിൽ ബാങ്ക്ഡ് റോഡിലെ മാക്സിമം വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കും. എന്താണ്? ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തില്ല എങ്കിൽ, വിത്തൗട്ട് ഫ്രിക്ഷൻ ആണെങ്കിൽ, വിത്തൗട്ട് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ മ്യൂസിന്റെ വാല്യൂ 0 എടുക്കുക. ഫ്രിക്ഷൻ ഇല്ല എന്നല്ലേ പറയുന്നത്? ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ടേം ഏതാ? മ്യൂസ് അല്ലേ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആ മ്യൂസിന് എന്തെടുക്കുക? 0 എടുക്കുക. അപ്പൊ ഇക്വേഷൻ എന്താവും? വി മാക്സ് ഈക്വൽ ടു, മുകളിൽ ഇവിടെ ആർ ജെ, ഈ മ്യൂസ് 0, ഇത് 0 ആയിട്ട് പോയി. ബാക്കി മുകളിൽ എന്തേ ഉള്ളൂ? ആർ ജി, ഈ ടാൻ തീറ്റ മാത്രമേ ഉള്ളൂ. റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. അത് താഴെ എന്താ സംഭവിക്കുന്നത്? 1 മൈനസ് മ്യൂസ് 0 അല്ലേ, ഇത് 0 ആയിട്ട് പോയി. 1 മൈനസ് 0 എത്ര? 1. അപ്പൊ ഹോൾ ഡിവൈഡ് ബൈ 1 എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ബാങ്ക് റോഡിലെ മാക്സിമം വെലോസിറ്റി കാണുന്ന ഫോർമുല എന്താ? റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. അപ്പൊ ഇത് രണ്ട് ഓർത്തിരുന്നോ. രണ്ട് ചോദിച്ചാലും നമ്മളെ വിത്തൗട്ട് ഫ്രിക്ഷൻ എന്നും വിത്ത് ഫ്രിക്ഷൻ ചോദിച്ചാലും നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഇത് വിത്ത് ഫ്രിക്ഷൻ ആണ്, വിത്തൗട്ട് ഫ്രിക്ഷൻ ആണെങ്കിൽ മ്യൂസ് 0 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? റൂട്ട് ആർ ജി ടാൻ തീറ്റ എന്ന് കിട്ടും. അപ്പൊ ഇത്രയുള്ള ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ആണ്. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, പ്ലെയിൻ, ലാസോ മോഷൻ. ഈ 3 ചാപ്റ്ററിലെയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി അടുത്തുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ആ പ്രോബ്ലം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആദ്യ 5 ചാപ്റ്റർ നിങ്ങൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ഏരിയ ബേസ്ഡ് ഫുൾ ആയിട്ട് പഠിച്ചു. ഇതിൽ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ് 5 സബ്ജക്റ്റിനും +1 ഫ്രീ റിവിഷൻ കൊടുക്കുന്നുണ്ട്. ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. നോട്ട്സ് ഒക്കെ ഉണ്ട്, നോട്ട്സും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുമായി അതില് നിങ്ങൾക്ക് അതിനുവേണ്ടി നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാനും ബാക്കി ക്ലാസ്സിൽ ലിങ്ക് തരാനും ബാക്കി ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ടായിരിക്കും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഈ 5 സബ്ജക്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അവരുമായി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം, അവർ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.